കുറച്ച് പേരുടെ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേതാക്കൾ അവരുടെ പിടിവാശി മൂലമാണ് ഇത് നീണ്ടു പോകുന്ന ഒരു ഫീലിംഗ് ഞങ്ങൾക്കുള്ളത്. ജൂബിലി ഇത് ആരുടെയാണ് ഞാൻ ചോദിക്കാറുണ്ട്. ചാറ്റ് കൊടുക്കാൻ കാശുണ്ട്, ഞങ്ങൾക്ക് എന്ത് ശമ്പളം തന്നാലും ഡയാലിസിസ് ആയിട്ടും കൂടെ നടക്കുന്ന ജോലിയാണ്. ഇരിക്കുന്ന ഒരു പെട്ടുപോയി അച്ഛാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആരുടെയും അടിമകളല്ല നമ്മൾ ഒരാളും. അപ്പൊ ഇവരെ എപ്പോ തിരിച്ചു വരണോ അപ്പൊ സ്വീകരിക്കാൻ തയ്യാറാണ് നമ്മൾ. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചർച്ചയാകുന്ന ഒന്നാണ് നഴ്സുമാരുടെ സമര പശ്ചാത്തലം. ഈ പശ്ചാത്തലത്തെക്കുറിച്ച് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് മാനേജ്മെന്റിന്റെ നിലപാടും വിശദീകരണവുമാണ് നമ്മൾ ഇന്ന് അറിയുക. ഈ പ്രത്യേക സംഭാഷണത്തിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യൻ. അച്ഛാ, സ്വാഗതം. കുറെ നാളുകളായിട്ട് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ നഴ്സുമാരുടെ സമരം. അതും ജൂബിലിയുടെ ഫ്രണ്ടിൽ അവരുടെ ഒരു സമരം നടക്കുകയാണ്. നിലവിലെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? ജൂബിലിയെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം ഞങ്ങള് ജൂബിലിനെ കുറിച്ച് പറഞ്ഞ ജൂബിലി ഒരു കുടുംബമാണ്. നമുക്ക് 8 സ്ഥാപനങ്ങളുണ്ട്, ഒരു 3500ഓളം സ്റ്റാഫ് ഉണ്ട്, ഒരു 1500ഓളം സ്റ്റുഡൻസ് ഉണ്ട്. നമ്മുടെ ഏകദേശം ഒരു 5000ഓളം വരുന്ന കുടുംബമാണ് ജൂബിലി. അപ്പൊ ആ കുടുംബത്തില് കുറച്ച് പേര് മാറി നിൽക്കുന്നത് ശരിക്കും വിഷമമുള്ള കാര്യമാണ്. അതാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഇതിന് പല ബാക്ക്ഗ്രൗണ്ടുകളുണ്ട്. ഞാനിവിടെ വന്നിട്ട് ഒരു 5-5.25 വർഷമായി. ഞാൻ വരുന്നതിന് മുമ്പൊക്കെ UN എന്ന് പറയുന്ന ഒരു സംഘടന, നഴ്സുമാരുടെ സംഘടന, പല സമയത്തും സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പൊ 2011-12 കാലഘട്ടത്തിലാണ് ആരംഭത്തില് വന്നത്. അപ്പൊ അന്ന് നഴ്സുമാർക്ക് ശമ്പളം കുറവായിരുന്നു എന്ന് പറഞ്ഞാല്, പക്ഷെ അന്ന് ആശുപത്രിയിലുള്ള ചെലവുകളും അതുപോലെയുണ്ട്. റൂമിനൊക്കെ അന്ന് ഇന്നുള്ളതിന്റെ ഒരു 10-11 ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സാലറിയും കുറവായിരുന്നു. അപ്പൊ അവരുടെ സമരത്തിന് അന്നൊരു നീതീകരണം ഉണ്ടായിരുന്നു, സാലറി കുറവായിരുന്നു. പിന്നീട് 2017-18 കാലഘട്ടത്തിൻ്റെ 2ാം ഘട്ടം അവർ ചെയ്യുന്നത്. അതില് 2011-12 അവരുടെ സമരം മൂലം ഒരു മിനിമം വേജസ് ഒരു 8,000 രൂപയാക്കിയിരുന്നു. പിന്നീട് 17-18 കാലഘട്ടത്തില് പിണറായി സർക്കാരിന്റെ 1ാമത്തെ സർക്കാരിന്റെ കാലത്ത് ഇവര് സമരം ചെയ്തിരുന്നു. അപ്പോൾ 8,000 എന്നുള്ളത് 20,000 മിനിമം ആക്കി. അതിന്റെ കൂട്ടത്തില് ഒരു നിയമം കൂടി കൊണ്ടുവന്നു. 800 ബെഡും അതിന് മുകളിലുള്ളവരും മറ്റ് ആശുപത്രികളെക്കാളും അതിൽ കുറവ് ബെഡുകളുള്ള ആശുപത്രികളെക്കാളും 50% പ്ലസ് കൊടുക്കണം. അപ്പോഴ് 17-18 കാലഘട്ടത്തിൽ 20,000 മിനിമം ആക്കിയപ്പോൾ ജൂബിലിയിൽ 800 ബെഡിന് മുകളിലുണ്ട്. അപ്പൊ 30,000 മിനിമം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് അത് ജൂബിലി ചെയ്തു. പക്ഷെ ഈ 2017-18 കാലഘട്ടത്തിലെ സർക്കാർ പ്രഖ്യാപിച്ച ഈ മിനിമം വേജസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കാരണം അതിനത് പരാതി പോയപ്പോൾ ആ മിനിമം വേജസിന്റെ മാനദണ്ഡങ്ങൾ ഒന്നും പാലിക്കാതെയാണ് അത് പ്രഖ്യാപിച്ചത്, ഹൈക്കോടതി സ്റ്റേ ചെയ്തത്. എന്നിരുന്നാലും ജൂബിലി അത് കൊടുത്തു തുടങ്ങി അന്ന് മുതൽ 2017 ഒക്ടോബർ മുതൽ മുൻകാല പ്രാബല്യത്തോടെ. അപ്പോൾ 2017-18 മുതൽ 30,000 ബേസിക് വെച്ചിട്ടാണ് ജൂബിലി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് മിനിമം വേജസ് 3 തലങ്ങളുണ്ട്. ഒന്ന്, ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഇന്ത്യൻ ലേബർ കോഡ് ഉണ്ട്. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് പബ്ലിഷ് ചെയ്യുക. ആ സെൻട്രൽ ലേബർ കോഡിന്റെ ബേസിൽ ഓരോ സ്റ്റേറ്റും മിനിമം വേജസ് സ്കെയില് പ്രഖ്യാപിക്കണം. ഈ മിനിമം വേജസിന്റെ ബേസിൽ ഓരോ സ്ഥാപനങ്ങളും ഫെയർ വേജസ് തീരുമാനിക്കാം. ഇറ്റ്സ് അപ് ടു ദം. അപ്പൊ മിനിമം വേജസ് തീരുമാനിക്കേണ്ടത് ഗവൺമെന്റ് ആണ്. അപ്പൊ അത് 2022 വീണ്ടും ചെയ്യേണ്ടതായിരുന്നു കേരള ഗവൺമെന്റ്. പക്ഷെ അത് 2022 മുതൽ ചർച്ചകൾ നടക്കുന്നുണ്ട്. പക്ഷെ അത് വിജയിച്ചിട്ടില്ല. ഒരു മിനിമം വേജസ് കമ്മിറ്റി ഉണ്ട്. അതിൽ തൊഴിലാളികളുടെ പ്രതിനിധികളും മാനേജ്മെന്റ് പ്രതിനിധികളും ഉണ്ട്. അപ്പൊ തൊഴിലാളി സംഘടനകൾ ചിലപ്പോൾ ആകാശത്തോളം സാലറി കൂട്ടിവെക്കണം എന്ന് പറയും, മാനേജ്മെന്റ് പറയും അത്ര പറ്റില്ല എന്ന് പറയും. അതുകൊണ്ട് ഒരു സമവായത്തിലെത്തിയിരുന്നില്ല. അപ്പൊ ആ ഒരു കമ്മിറ്റിയിൽ ഞാനും അംഗമാണ്. ഗവൺമെന്റിന്റെ ഒരു IRC എന്ന് പറയും, അതിൽ ഞാനും അംഗമാണ്. അപ്പൊ അതിൽ ചർച്ചകള് ഒരിടത്തിലെത്തുന്നില്ല എന്ന് കണ്ടപ്പോൾ 2023 ജൂബിലി ഒരു ഇന്ററിം റിലീഫ് കൊടുത്തിട്ടുണ്ട്, ഒരു ഇടക്കാല ആശ്വാസം. അതൊരു 9,000 രൂപ വരെ, എക്സ്പീരിയൻസ് കൂടുതലുള്ളവർക്ക് 9,000 രൂപ വരെ കൂടുതൽ നമ്മൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 2023 മുതൽ നമ്മൾ ഉയർന്ന ശമ്പളമാണ് കൊടുക്കുന്നത്. UNA യുടെ ദേശീയ അധ്യക്ഷൻ
ശ്രീ ജാസ്മിൻ ഷാ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. 2026 മാർച്ച് ആരംഭം വരെ ജൂബിലിയിലാണ് ഏറ്റവും കൂടുതൽ ശമ്പളം കൊടുത്തിരുന്നതെന്ന് അവിടെ അധ്യക്ഷൻ തന്നെ സമ്മതിച്ചിട്ടുണ്ട്. ആ ഏറ്റവും കൂടുതൽ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജൂബിലിയിൽ സമരം തുടങ്ങിയത്. നമ്മൾ ഗവൺമെന്റ് ഇപ്പോ പറഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ ജൂബിലി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിൽ കൂട്ടാനൊന്നുമില്ല. ഇനി ഗവൺമെന്റ് മിനിമം വേജസ് ആരെ തീരുമാനിക്കേണ്ടത്? സർക്കാരാണ്, കേരള സർക്കാരാണ്. അപ്പൊ അവര് ഇനി അത് തീരുമാനിച്ചാൽ നമ്മൾ അതും കൊടുക്കും. അങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ഇവര് സമരം തുടങ്ങുന്നത്. 2026 ഫെബ്രുവരി 3-ാമത്തെ ആഴ്ചയിൽ ഇവരൊരു 14 ദിവസത്തെ നോട്ടീസ് തന്ന് സമരം തുടങ്ങിയിരുന്നു. ഒരു ഒറ്റ ദിവസത്തെ സൂചന പണി കൊടുക്കുക. അത് നിയമപരമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 14 ദിവസം നോട്ടീസ് തരണം എന്ന നിയമമുണ്ട്. അത് അവർ കീപ്പ് ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് മാർച്ച് ആരംഭം മുതൽ ഒരു സമരത്തിലാണ് അവർക്ക് 40,000 രൂപ മിനിമം വേജസ് ആക്കണം എന്നാണ് അവരുടെ പ്രധാന ആവശ്യം. സമരം തുടങ്ങിയപ്പോൾ അവരുടെ പ്രധാന ആവശ്യങ്ങള് അതായിരുന്നു. 40,000 രൂപ മിനിമം വേജസ് വേണം. അപ്പൊ മിനിമം വേജസ് തീരുമാനിക്കേണ്ട ഗവൺമെന്റാണ്, അതെപ്പോഴും ഓർക്കണം. അപ്പൊ ഇത് ഗവൺമെന്റിനോടാണ് അവർ പറയേണ്ടിയിരുന്നത്. അവർ ഒരു ദിവസമൊക്കെ പോയി എന്ന് സെക്രട്ടറിയുടെ മുമ്പിലേക്ക് ഒരു ദിവസമൊക്കെ പോയി എന്ന് തോന്നുന്നു. ഈ 40,000 രൂപ മിനിമം എന്ന് പറഞ്ഞാല് 800 ബെഡിന് മുകളിലുള്ള ജൂബിലിയിൽ എത്ര കൊടുക്കണം? പ്ലസ് 50% കൊടുക്കണം എന്ന് പറഞ്ഞാൽ ജൂബിലിയിൽ ഇവര് പറയുന്ന 40,000 മിനിമം നടപ്പിലാക്കിയാൽ ജൂബിലിയിൽ 60,000 മിനിമം കൊടുക്കേണ്ടി വരും. പഠിച്ച് ഇറങ്ങുന്ന സ്റ്റാഫ് നഴ്സിന് 60,000 കൊടുക്കണം. അപ്പൊ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്കിപ്പോ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ഗവൺമെന്റിനോട് പറയും. പക്ഷെ അവര് ഒരു ദിവസം സൂചന പണിമുടക്കുകളൊക്കെ പബ്ലിക്കായിട്ട് നടത്തി. പക്ഷെ പിന്നീട് സ്ഥാപനങ്ങളിലേക്ക് തിരിഞ്ഞു. അവിടുന്ന് മുതലേ ഈ സമരത്തിന്റെ ഡയറക്ഷൻ തെറ്റായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കിപ്പോ മനസ്സിലാവുന്നത് നമ്മുടെ UNA-യുടെ ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ അഭിമുഖത്തില് അവരുടെ പത്രസമ്മേളനത്തിൽ നടത്തുമ്പോൾ പറയുമ്പോൾ പോലും നമ്മളിവിടെ നിലവിലെ ആ ഒരു ശമ്പളം കൊടുക്കുന്നുണ്ട്. അപ്പോ യാഥാർത്ഥ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയം നമുക്ക് തോന്നാം. വേറെ എന്തായിരിക്കും അവരുടെ മനസ്സിലുള്ളത്? ഇപ്പൊ നമ്മുടെ യാഥാർത്ഥ്യം ഇങ്ങനെ ആയിരിക്കെ ചർച്ചകളിൽ എന്താണ് അവർ പറയുന്നത്? അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, UNA-യുടെ ആരംഭം തൃശ്ശൂരായിരുന്നു. ഇപ്പൊ ആരംഭം മുതലും അതിനുശേഷമുള്ള കുറച്ച് ഇവരുടെ നേതാക്കന്മാര് ജൂബിലിയിലുണ്ട്. UNA-യുടെ കുറച്ച് നേതാക്കന്മാർ സംസ്ഥാന തലത്തിലുള്ളവരും അല്ലെങ്കിൽ ജില്ലാ തലത്തിലുള്ളവരും ജൂബിലിയിൽ നിന്നുണ്ട്. അപ്പൊ ആരംഭത്തിൽ എനിക്ക് തോന്നുന്നു അവരൊരു പ്രസ്റ്റീജ് അയച്ചു തുടങ്ങിയതാണ്. അപ്പൊ ആരംഭത്തില് ഇവര് പലരും പറഞ്ഞു പറ്റിച്ചെന്ന് തോന്നുന്നു. സമരം ചെയ്താലേ ശമ്പളം കൂടുള്ളൂ, ഇതുവരെ കൂടിയതൊക്കെ ഞങ്ങൾ സമരം ചെയ്തിട്ടാന്നൊക്കെ പറയുന്ന ഒരു യൂണിയന്റെ നിലനിൽപ്പിന്റെ വൈറ്റിപ്പഴപ്പായിരിക്കാം. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടൊക്കെ ഇറങ്ങി. അല്ലെങ്കിൽ 2 ദിവസം ഉണ്ടാവുള്ള സമരം, അടുത്ത ആഴ്ച അനുരഞ്ജനമുണ്ട് എന്നൊക്കെ പറഞ്ഞു നിർത്തിയിട്ട് തുടങ്ങിയത്. അപ്പൊ ഇവരുടെ ഒരു പ്രസ്റ്റീജ് ആയിരുന്നു ജൂബിലിയിലും അമലയിലും ഉള്ള സമരങ്ങള്. അത് ഇവരുടെ ഈ ഒരു ഡെവലപ്മെന്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. നമുക്ക് ഭയങ്കര ചിലപ്പോൾ തമാശ തോന്നും, സങ്കടം തോന്നും. എന്ന് പറഞ്ഞാല് സ്റ്റാർട്ടിങ്ങിൽ ഇവർ പറഞ്ഞത് 40,000 മിനിമം വേണം, മിനിമം വേജസ്. അത് തരുന്ന ഏത് സ്ഥാപനമായിട്ടാണെങ്കിലും അവര് കരാർ ഒപ്പിടും എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത്. ആ സമയത്ത് കുറച്ച് സ്ഥാപനം തൃശ്ശൂരാണെങ്കിൽ ഒരു 4 ആശുപത്രികളായിട്ട് ഒപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ ഒന്നും 40,000 മിനിമം കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അവിടെ കൂട്ടി എന്ന് പറയുന്ന കുറച്ച് പേർക്കുണ്ട്, മുമ്പിൽ നിൽക്കുന്ന കുറച്ച് പേർക്ക്. ഇവര് ധാരണ ഒപ്പിട്ടു എന്ന് പറയുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ജൂബിലിയിലേക്ക് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുക ചേരാനായിട്ട്. ദാറ്റ് മീൻസ് അവിടെ അത് കിട്ടുന്നില്ല. ജൂബിലിയിൽ കൊടുക്കുന്ന സാലറി ഇല്ലാത്തതുകൊണ്ടാണ് തൃശ്ശൂരിലെ മറ്റു ആശുപത്രികളിൽ നിന്ന് ഇപ്പോഴും ജൂബിലിയിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അത് സ്വാഭാവികമായിട്ടും സംശയിക്കാം. കാരണം അത് മറ്റുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ ജൂബിലി കൊടുക്കുന്ന അത്രയും ശമ്പളം കൊടുക്കുന്നില്ല എന്നുള്ളത് ഒരു കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. പക്ഷം പറഞ്ഞതുപോലെ തന്നെ ഇതില് എന്തെങ്കിലും ഒരു പ്രസ്റ്റീജ് ഇഷ്യൂ മാത്രമാണ്. പക്ഷെ അതിന് ബലിയാടാകുന്നത് പാവം നഴ്സുമാരാണ്. അപ്പോ സങ്കടമുണ്ട്. അപ്പൊ അവരെ ഇത് ബോധ്യപ്പെടുത്താൻ മാനേജ്മെന്റ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നഴ്സുമാരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ്? ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, നിങ്ങളൊന്ന് നോക്ക് ഇവിടത്തെ ആനുകൂല്യങ്ങള്, ശമ്പളം, അതൊന്ന് സമയത്തിന്റെ കാര്യത്തിലായാലും ഒക്കെ തന്നെ അവര് പറഞ്ഞു. അപ്പൊ ആദ്യം 40,000 മിനിമം ആയിരുന്നു, പിന്നെ 40,000 ഗ്രോസ് ആയാലും മതി എന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും ഏശാണ്ട് വന്നു. കാരണം ആൾക്കാർക്ക് മനസ്സിലായി ഇത് സാലറി ഇത്രയും ഹൈ ആയിട്ട് വന്നാൽ അത് പേഷ്യൻസിന് മുകളിലേക്ക് വരും.
ജൂബിലി പോലെയുള്ള സ്ഥാപനത്തിൽ പ്രത്യേകിച്ചും അത് അത്ര എളുപ്പമാവില്ല. അപ്പോൾ അതും ഏഷാദ് വന്നപ്പോഴാണ് പിന്നീട് ജൂബിലിയിലെ ഓവർ ടൈം ചെയ്യിക്കുന്നു, അല്ലെങ്കിൽ കോൺട്രാക്റ്റ് ഉണ്ട് എന്നുള്ള പല അതായി പിന്നെ സമരം. അപ്പോൾ എന്തിനാണ് സമരം തുടങ്ങിയത് നോക്കുമ്പോൾ പിന്നെ പറയുന്നത് ഇപ്പോൾ ജൂബിലി സമരം. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ 6-6:12 നമ്മുടെ ഡ്യൂട്ടി ടൈം. അതെല്ലായിടത്തും ഉണ്ട്. അതിന് എക്സെപ്ഷൻ ഉണ്ടായിരുന്നത് നമ്മുടെ തിയേറ്ററിലായിരുന്നു, ഓപ്പറേഷൻ തിയേറ്ററിൽ. അവിടെ അത് ചിലപ്പോൾ ആവശ്യം ആവണം, കാരണം ഒരു കേസ് തുടങ്ങിയാൽ അത് അവസാനിച്ചിട്ട് വേണം ഇറങ്ങാനായിട്ട്. അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഒക്കെ ടൈം വേണ്ടി വന്നിട്ടുണ്ട് അവിടെയൊക്കെ. അപ്പം അത് പറഞ്ഞപ്പോൾ നമ്മളത് കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ 6-6:12 തന്നെ ആക്കി. പിന്നെ ഇവർ പറയുന്നത് ഒരു കോൺട്രാക്റ്റ് ആണ്. ഇവർ പറയുന്നത് ഇന്ത്യൻ ലേബർ കോഡിലെ ലീഗലായിട്ട് അനുവദിച്ചിരിക്കുന്ന ഒരു സാധനമാണ് കോൺട്രാക്ട്. സ്ഥാപനത്തിന് ലീഗലായിട്ട് ചെയ്യാൻ അനുവാദമുള്ളൊരു സാധനം കോൺട്രാക്ട്, അല്ലാണ്ട് ഇല്ലീഗലോ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ ലീഗലായിട്ട് അനുവദിച്ചിരിക്കുന്ന സാധനം നമ്മൾ ചെയ്യുന്നതന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കുറെ പോസിറ്റീവ് വശങ്ങളുണ്ട്. നമ്മൾ ജൂബിലിയിൽ പ്രത്യേകിച്ചും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ചിലപ്പോൾ കോൺട്രാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങാനൊരു ഗ്യാപ്പ് ഇടും. പിന്നെ വീണ്ടും തുടങ്ങുമ്പോൾ സീനിയോറിറ്റി പോകും ചിലവരുടെ, അല്ലെങ്കിൽ ശമ്പളം കുറയ്ക്കും ചില. ജൂബിലിയിലെ ഒരിക്കലും നമ്മൾ സീനിയോറിറ്റി കുറയ്ക്കുകയോ ശമ്പളം കുറയ്ക്കുകയോ ചെയ്തിട്ടില്ല. കണ്ടിന്യൂഷൻ. ഇന്ന് കോൺട്രാക്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അത് കണ്ടിന്യൂ ചെയ്യും. പിന്നെ ഇതിന് പുറകിൽ വേറൊരു കാര്യമുണ്ട്, അതും ജൂബിലി ഒരു പോസിറ്റീവായിട്ട് ചെയ്ത കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഇനി കോൺട്രാക്ട് അല്ല എന്നുണ്ടെങ്കിൽ ഈ സമരം ചെയ്യുന്നവരിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ, ഈ സമരം ചെയ്യുന്നവരിൽ കുറേ പേരെങ്കിലും പെർമനന്റ് സ്റ്റാഫാ ജൂബിലിയുടെ, കോൺട്രാക്ട് അല്ല. അപ്പം അതിലിരിക്കുന്നുണ്ട്. അപ്പം ഇനി കോൺട്രാക്ട് അല്ല പെർമനന്റ് ആണെന്ന് വിചാരിച്ചാൽ 4.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഗ്രാറ്റുവിറ്റി കൊടുക്കേണ്ടത്, ഒരു ആനുകൂല്യം സ്ഥാപനം കൊടുക്കുന്നത്. അപ്പോൾ പക്ഷെ ഇന്നത്തെ ഒരു സാഹചര്യം നോക്കിയാൽ നഴ്സുമാരിൽ ബഹുഭൂരിപക്ഷവും പുറത്തേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരും വെയിറ്റ് ചെയ്യുന്നവരാ. അപ്പൊ അവര് ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം 3 വർഷം കഴിയുമ്പോൾ പോകുന്നവരാ. അപ്പൊ അങ്ങനെ പോകുന്നവര് എക്സ്പീരിയൻസ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. എക്സ്പീരിയൻസ് മാത്രമല്ല, ഇപ്പൊ പെർമനന്റ് സ്റ്റാഫാന്ന് വിചാരിച്ചാൽ അവർക്ക് 4.5 വർഷം കഴിയാണ്ട് ഗ്രാറ്റുവിറ്റി കൊടുക്കണ്ട. ജോലിയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തില് നല്ലതാണ് അത്. പക്ഷെ നമ്മൾ നോക്കിയപ്പോ ഈ പോകുന്നവര് കുറെ പേരെങ്കിലും കടമെടുത്ത് പണയം വെച്ചിട്ടൊക്കെ പോകുന്നത്. അപ്പോ 1 കൊല്ലം കഴിഞ്ഞാല് കോൺട്രാക്ട് സിസ്റ്റത്തില് 1 കൊല്ലം കഴിഞ്ഞ് ഗ്രാറ്റുവിറ്റി കൊടുക്കണം. അപ്പൊ കോൺട്രാക്ട് സിസ്റ്റത്തിന്റെ ഒരു പ്ലസ്, കുറെ അധികം നഴ്സുമാർക്ക് ഇതിന് ആനുകൂല്യം കിട്ടുന്നുണ്ട്, ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്. അത് ഭയങ്കര ആശ്വാസമാണ് 1 വർഷം കഴിഞ്ഞവർക്ക് അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞവർക്ക്. അപ്പൊ അങ്ങനെ ഇതിന്റെ പോസിറ്റീവ് വശങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ചെയ്യുന്നുണ്ട് പറ്റാവുന്ന. ഇനി കറക്റ്റ് ചെയ്യാവുന്നതാണെങ്കിൽ കറക്റ്റ് ചെയ്യാനും നമ്മൾ തയ്യാറാണ്. തീർച്ചയായിട്ടും. നമുക്കിപ്പോ ഒരു 2-3 മാസങ്ങൾക്ക് മുൻപ് ഇത് ആരംഭിക്കുമ്പോൾ ഒരുപാട് പേര് ഇവര് പറയുന്നത് വിശ്വസിച്ച് ഇവരോടൊപ്പം ഇറങ്ങി കുറെ അധികം നഴ്സുമാര് തിരിച്ചു കയറുന്ന കാഴ്ച എന്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എന്നോട് സംസാരിക്കാറുണ്ട്. അപ്പൊ അവര് അങ്ങനെ തിരിച്ചു വരുമ്പോഴും എങ്ങനെയാണ് ഇത്രയും വിശാല മനസ്സോടുകൂടി സ്വീകരിക്കാൻ പറ്റുന്നത്? മാനേജ്മെന്റ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്? ഇപ്പൊ അന്ന് സമരം തുടങ്ങിയ ആ സമയത്തുള്ള നഴ്സുമാർ അത്രയും സ്ട്രെങ്ത് ഒന്നും ഇന്ന് ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പൊ തിരിച്ചു വരുന്ന നഴ്സുമാരോട് മാനേജ്മെന്റിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഫീലിംഗ് ആണ്, നമ്മുടെ മക്കളാണ് മിക്കവാറും എല്ലാവരും നല്ല മനസ്സുള്ളവരാ, വെറുതെ പെട്ടുപോയതാ. അപ്പോൾ ആദ്യത്തെ ഒരു കുറച്ച് ദിവസങ്ങൾ, മാർച്ച് ആരംഭത്തിലത്തെ ഒരു സമരം ഒരു കുറച്ച് ദിവസമായിരുന്നു. അതിന് ഒരു 800ഓളം പേര് നമ്മുടെ ഇവിടുന്ന് സമരത്തിന് ഇറങ്ങിയിരുന്നു. ഒരു 4-5 ദിവസത്തെ സമരമായിരുന്നു. പിന്നെ 2ാം ഘട്ടം തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായത് ശരിയല്ല. രോഗികളോടാണ് ഞങ്ങൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം, സാലറി ഒരു വിധം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയ കുറെ പേരെങ്കിലും 2ാം ഘട്ടത്തിൽ തിരിച്ചു കയറി. അപ്പൊ 2ാം ഘട്ടത്തില് ഒരു 406 പേരാണ് സമരത്തിന് ഇറങ്ങിയത്. അതില് കുറെ പേര് ഇപ്പൊ തിരിച്ചു കയറിയിട്ടുണ്ട്. ഒരു എത്ര പേര് കയറിയെന്നല്ല, ഒരു 350-60 പേരോളം സമരത്തിലുണ്ട് എന്ന് പറഞ്ഞൊരു 800ഓളം പേര് അകത്തുണ്ട്. അപ്പൊ ഇവരെ എപ്പോ തിരിച്ചു വരണോ അപ്പൊ സ്വീകരിക്കാൻ തയ്യാറാണ് നമ്മള്. കാരണം വി ഫീൽ ദേ ആർ പാർട്ട് ഓഫ് അവർ ഫാമിലി. ഒരു പ്രതികാര നടപടിയും നമ്മൾ എടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴും ലീഗലായിട്ടൊക്കെ ഒന്ന് മൂവ് ചെയ്താല്
2-3 മാസമായിട്ട് ഒരു സ്ഥാപനത്തിൽ നിന്ന് വിട്ടു തന്നാല് വളരെ ഈസി ആയിട്ട് പുറത്താക്കാം. അത് ലീഗില് ബാക്കപ്പും കിട്ടും, നമുക്ക് അത് അങ്ങനെ പേടിയുണ്ട്. പക്ഷെ നമ്മൾ ഇതുവരെ ആ സ്റ്റെപ്പിലേക്ക് പോയിട്ടില്ല. കാരണം ജൂബിലി എപ്പോഴും ഒരു ആ ഫീലിങ്ങോട് കൂടി തന്നെ മുന്നോട്ട് പോണ വി ആർ ഓൺ ഫാമിലി, വി ഹാവ് ടു ഷോ. കേരളത്തിലെ തന്നെ ആദ്യത്തെ ആശുപത്രികളിൽ ഒന്നാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്. അച്ഛാ, ജൂബിലി മിഷന്റെ ഒരു മിഷൻ ലെഗസിയെ കുറിച്ച് നമ്മൾ പലരും പറയാറുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അതെങ്ങനെയാണ് നിലനിൽക്കുന്നത്? ജൂബിലി സംബന്ധിച്ചിടത്തോളം 1951 ഡിസംബർ 17-നാണ് നമ്മുടെ ജൂബിലി തുടങ്ങിയത്. 75-ാം വർഷമാണ്, പ്ലാറ്റിനം ജൂബിലി. ആരംഭം മുതലേ തുടങ്ങിയത് നമ്മുടെ ജോർജ് ആലപ്പാട്ട് പിതാവിന്റെ പൗരോഹിത്യ രജത ജൂബിലിയുടെ സ്മാരകമായിട്ട് ജൂബിലി തുടങ്ങിയത് പുണ്യശ്ലോകനായ മോൺസിൻ മാത്യു മുരിങ്ങാത്തേരിച്ചൻ, ആദ്യത്തെ ഡയറക്ടർ. അത് തുടങ്ങുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അന്ന് ഗവൺമെന്റ് ആശുപത്രികൾക്ക് പുറമെ ആദ്യമായിട്ട് തുടങ്ങിയ ഒരു ആതുരാലയമായിരുന്നു ജൂബിലി. തുടങ്ങുമ്പോൾ കഴിയുന്നത്ര ചാർജ് കുറച്ച് അഫോർഡബിൾ ആയി കഴിയുന്നത്ര നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, അതായിരുന്നു അവരുടെ വിഷൻ. അതായിരുന്നു ആ വിഷൻ ഇന്നും തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് നോക്കിയാൽ, ഓഡിറ്റർ റിപ്പോർട്ട് നോക്കിയാൽ ഏകദേശം 11 കോടി രൂപ നമ്മൾ ചാരിറ്റിക്ക് ബില്ല് ഡിസ്കൗണ്ടുകളും ഒക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മൾ 2-3 വർഷമായിട്ട് ചെയ്യുന്ന ഒരു ജൂബിലി കെയർ കാർഡുണ്ട്. അത് അഭിമന്യ പിതാവിന്റെ, താഴത്തെ പിതാവിന്റെ താല്പര്യപ്രകാരം കൂടി തുടങ്ങിയതാ. പള്ളിയിലുള്ള വികാരിച്ചമാരുടെ സൈനോട് ഒരു കാർഡ് നമ്മൾ എത്തിച്ചിട്ടുണ്ട് എല്ലാ പള്ളിയും. ഇനി കഴിഞ്ഞാൽ അവർക്ക് വന്ന് മേടിക്കാം. ആ കാർഡില് വികാരിച്ചന്റെ ഒപ്പോടുകൂടി വന്നാല് അഡ്മിഷന്റെ സമയത്ത് അല്ലെങ്കിൽ 24 മണിക്കൂർ കൊണ്ടുവന്നാല് 40% ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട്. മരുന്ന് പെട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ ചില ഇംപ്ലാന്റ്സ് ഉണ്ട്. ഇത് രണ്ടും ഒഴിച്ചുള്ളതില് എല്ലാത്തിലും 40%. വാർഡിൽ കിടക്കണം, അത് ബേസിക്കാണ്. പക്ഷെ ഓപ്പറേഷനുകളിൽ പോലും 1 ലക്ഷത്തിന് ഓപ്പറേഷൻ ആണെങ്കിൽ 40% കുറയ്ക്കും, ഒരു സംശയവുമില്ല. അതുപോലെ ഈ ഇടവക അതിർത്തിയിൽ താമസിക്കുന്ന ഇടവക്കാരല്ലാത്ത മറ്റു വിഭാഗക്കാരുണ്ട്, മതക്കാരും, അവർക്കും കൊടുക്കുന്നുണ്ട്. അവര് പള്ളിയിൽ പോയിട്ട് അച്ഛന്റെ ഒപ്പോസീലൊക്കെ മേടിച്ചു വന്ന് അവർക്ക് 30% കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ കാലത്തിൽ കണക്കുമ്പോൾ 11 കോടി രൂപയോളം നമ്മള് ഈ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അനുഭവസ്ഥര് ഒത്തിരി പേരാണ്. നമ്മളത് പറഞ്ഞു നടക്കുവോ അല്ലെങ്കിൽ പ്രൂവ് ചെയ്യോ അല്ലെങ്കിൽ, പക്ഷെ നമുക്ക് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നാണ്. മുമ്പ് ഉണ്ടായിരുന്നു വലത്ത് കൈ ചെയ്യുന്നത് ഇടത്ത് കൈ ചെയ്യരുതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മള് പറയാറില്ല പുറത്ത്. പക്ഷെ ഇപ്പം നമ്മൾക്ക് പറയാതിരിക്കും, കാരണം നെഗറ്റീവ് മാത്രം പുറത്ത് വരാൻ പറ്റും. നമ്മൾ എന്തോരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇവിടെ ഇനി മുറിച്ചുണ്ട് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ലോകത്ത് ഏറ്റവും കൂടുതൽ മുറിച്ചുണ്ട് ഓപ്പറേഷൻ നടക്കുന്ന ഒരു സെന്റർ ജൂബിലി, കംപ്ലീറ്റ് ഫ്രീ ആണ്. നമുക്ക് സഹായം കുറേശ്ശെ ഉണ്ടായിന്, ഒരു അഡൻവാല സാറൊക്കെ ഉണ്ടായിരുന്നു. ഡയാലിസിസ് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഇവിടെയാണ്. അതിന്റെ ഒക്കെ റേറ്റുകളൊക്കെ നോക്കിയാൽ അറിയാം. അതിലൊക്കെ പറ്റുന്നിടത്തോളം കുറച്ച് വെച്ചാൽ നമ്മുടെ ബലം നമ്മുടെ രോഗികളാണ്, അവരെ വിശ്വസിച്ച് വരുന്നു. എണ്ണം കൂടുതലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കുറച്ച് വെടിച്ചിട്ട് കൂടുതൽ കൊടുക്കാൻ പറ്റുന്നത്. സമരം ചെയ്യുന്നതിലൊരു അഭിമുഖം കണ്ടിരുന്നു. ചാറ്റ് കൊടുക്കാൻ കാശുണ്ട്, ഞങ്ങൾക്ക് എന്ത് ശമ്പളം തന്നാൽ, ഇവർക്ക് നല്ല ശമ്പളം നമ്മൾ കൊടുക്കുന്നുണ്ട്, ഇല്ലാണ്ടല്ല. ജൂബിലി ലെഗസി ഇപ്പോഴും നമ്മൾ കീപ്പപ്പ് ചെയ്യുന്നുണ്ട് മാക്സിമം സാധിക്കുന്നിടത്തോളം. നടന്നു പോകണം. പക്ഷെ ഇവിടുന്ന് 5 പൈസ ജൂബിലിന്ന് പുറത്തേക്ക് പോവില്ല, ആർക്കും വേണ്ട. ജൂബിലി ഇത് ആരുടെയാ ഞാൻ ചോദിക്കാറുണ്ട്. താഴത്ത് പിതാവിന്റെ ഒന്നുമല്ല, ഇതെന്റെ അല്ല, ഇത് നമ്മുടെയാ. ഞാൻ പോയാലും ഇത് ഇവിടെ ഉണ്ടാവും. ഇത് തൃശ്ശൂരിന്റെയാ. അപ്പൊ അത് നിലനിൽക്കുന്ന താന്നു പോകരുത് എന്ന് ആഗ്രഹിക്കും. മിഷൻ ഹോസ്പിറ്റലിന്റെ അതേ ആ ഒരു നിലവാരം പുലർത്തുകയും നമ്മളെ വിശ്വസിച്ച് വരുന്ന രോഗികളിൽ നിന്ന് അതിന്റെ ഒരു ബാലൻസ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു. അച്ഛൻ നേരത്തെ പറഞ്ഞതുപോലെ എത്തിക്സ് മനസ്സിലാകാത്ത കുറച്ച് പേര്, നമുക്ക് അത് എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോ നിലപാടുകളിൽ അവർക്ക് ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ? നമ്മൾ എങ്ങനെയാണ് മുന്നോട്ടുള്ള ഒരു മാനേജ്മെന്റിന്റെ നിലപാട് എങ്ങനെയാണ്? ഇതിപ്പോ ഇനിയിപ്പോ മാസങ്ങൾ എന്നുള്ളത് വർഷങ്ങളോളം നീണ്ടുപോവുക, അത് അത്രയും നമ്മൾ സഹിക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് മുന്നോട്ടുള്ള മാനേജ്മെന്റിന്റെ നിലപാട്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമരത്തിലുള്ള ഏക സൊല്യൂഷൻ അത് ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ ആശുപത്രികൾക്കും പൊതുവായിട്ട് ഒരു മിനിമം വേജസിന്റെ ലോ അല്ലെങ്കിൽ സ്കെയില് പബ്ലിഷ് ചെയ്യണം. അല്ലാണ്ട് ജൂബിലിക്ക് അമ്മലിക്ക് മാത്രമായിട്ട് ഇവര് അതാണ് ആഗ്രഹിക്കുന്നത്. അത് ശരിയല്ലല്ലോ. ശരിയല്ല. അപ്പൊ അതിനുള്ള ഏക സൊല്യൂഷൻ ഞങ്ങളിപ്പോഴും ആദ്യം മുതൽ പറയുന്നതാ, ഇവരോടും പറയുന്നതാണ്, നിങ്ങൾ തിരിച്ചു കയറ്, ഗവൺമെന്റിൽ പ്രഷറൈസ് ചെയ്യേ, ഞങ്ങളും കൂടെ നിൽക്കാം. ആ മിനിമം വേജസ് ഗവൺമെന്റ് പ്രഖ്യാപിച്ചോട്ടെ.
നമ്മൾ കൂടെ നിൽക്കാം, ഓക്കെ. ഞങ്ങളും പ്രഷറൈസ് ചെയ്യാം. കാരണം ഞങ്ങൾക്കും നമ്മുടെ ആവശ്യമാണ് അത്. വേഗ സൊല്യൂഷൻ ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ ആശുപത്രികളിലും പൊതുവായി നഴ്സസ് മാത്രമല്ല കേട്ടാ. ജൂബിലി ഈ 17 18-ലാണെങ്കിലും 23-ലെ ഇന്റർണൽ റിലീഫ് കൊടുത്തപ്പോഴും നഴ്സുമാർക്ക് മാത്രമല്ല 3500 സ്റ്റാഫിനും നമ്മൾ ഇന്റർണൽ റിലീഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോ അച്ഛൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുറച്ചു പേരുടെ ഒരു ബ്രെയിൻ വാഷിങ്ങിന് കുറച്ചു പേര് നിന്നതുകൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് സ്വയം താഴാനുള്ള മനുഷ്യന്റെ ഒരു മനോഭാവം കൂടെ അവിടെ ഉണ്ടാകും. ഇപ്പോഴും മാനേജ്മെന്റ് ചർച്ചകൾക്ക് മുഖം തിരിച്ചിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇനി ഒരു തുടർ ചർച്ച ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അവരിനി ചർച്ചയ്ക്ക് തയ്യാറാണോ? അങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടോ? സമരമൊക്കെ തുടങ്ങിയ കാലഘട്ടത്തില് മാർച്ചില് അല്ലെങ്കിൽ ഏപ്രിലൊക്കെ ഞങ്ങളുടെ ജൂബിലിയിലത്തെ പ്രത്യേകിച്ച് HR ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ CEO ഒക്കെ ഇവരായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇനി ഗവൺമെന്റ് ഒരു സമവായ ചർച്ച വിളിച്ചിരുന്നു. ഇവര് പറയുന്ന ഒരു ചർച്ചയ്ക്ക് ഇതുവരെ മാനേജ് പങ്കെടുത്തില്ല എന്ന് ഇവർ പറയുന്നത്. കേരള ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കേരള ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി IAS ഡോക്ടർ ഷാനവാസ് തൃശ്ശൂർ കളക്ടറായിരുന്നു. പുള്ളി കാര്യം വിളിച്ചൊരു ചർച്ചയുണ്ടായിരുന്നു, സമവായ ചർച്ച. ഞാൻ പങ്കെടുത്തിട്ടുണ്ടായില്ലേ. അപ്പൊ ഗവൺമെന്റ് വിളിച്ച ഒരു ചർച്ചയും പങ്കെടുത്തില്ല എന്ന് പറയുന്നവര്. ഞാൻ പങ്കെടുത്തിട്ട് 2-3. അതുപോലെ തന്നെ ഹൈക്കോടതി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടൊരു സമവായ, അതിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളവരെ വേറെ കാര്യങ്ങൾ. അപ്പൊ അതില് അർത്ഥങ്ങളൊന്നും നമ്മളെപ്പോഴും തയ്യാറായിരുന്നു. പക്ഷെ ചർച്ചകൾ 5ഉം 10ഉം ഒക്കെ കഴിഞ്ഞിട്ടും പരിഹാരം ഒരു പറഞ്ഞ ജൂബിലിയിലും അമലയിലും മാത്രമായിട്ടൊരു നിയമം ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അത് നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടും ഇനിയും കൂട്ടെന്ന് പറയുമ്പോ നിലനിൽപ്പിനും കൂടി നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. രോഗികളെ ഓപ്പൺ ഓൾവേസ്. ഇനിയിപ്പോ ഈ ഞായറാഴ്ച UN റിക്വസ്റ്റ് വെച്ചിരുന്നു. UN ജൂബിലി പ്രസിഡന്റും UN അമല യൂണിറ്റിന് പ്രസിഡന്റും കൂടി പിതാവിന് ആൻഡ്രൂ സ്ഥാനത്ത് റിക്വസ്റ്റ് വെച്ചിരുന്നു. അവർക്ക് കാണാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ട്. പിതാവ് പറഞ്ഞു ഓക്കെ, ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് കാണാലോ. അപ്പൊ അങ്ങനെ ഈ വരുന്ന ഞായറാഴ്ച പിതാവ് തയ്യാറായിട്ടുണ്ട്, കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി എന്താണ് കറക്റ്റ് ചെയ്യേണ്ടത്? പക്ഷെ ജൂബിലിക്ക് അമേരിക്ക മാത്രമായിട്ട് അത് നമുക്ക് ശരിയാണ്. പിന്നെ ഇതിന്റെ പുറകില് വേറെ അജണ്ടകൾ ഉണ്ടോന്നൊക്കെ നമുക്ക് സംശയമുണ്ട്. നമുക്ക് വന്നത് ഒരു സമരം തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ ബിഷപ്സ് ഹൗസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ഓക്കെ, ഇപ്പൊ ജൂബിലിയുടെ ചെയർമാൻ പിതാവാണ്. എന്നാലും അങ്ങോട്ട് പോകാൻ പാടില്ലായിരുന്നു. ജൂബിലിയിലത്തെ പ്രശ്നം ജൂബിലിയിലാണ്. പക്ഷെ അവര് പക്ഷെ എന്റെ മുന്നിൽ നിന്ന് 2 പേരുണ്ടായിരുന്നു. അത് 2 അച്ചടക്ക നടപടികൾ നേരിട്ട 2 അച്ഛന്മാരായിരുന്നു. ഒന്ന് താമരശ്ശേരിയിൽ നിന്ന് ഡിസിപ്ലിൻ ആക്ഷൻ നേരിട്ട ഒരു അച്ഛൻ, പരസ്യമായിട്ടൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ അവിടെ എടുത്തിട്ടില്ല. 2 എറണാകുളത്തെ ഒരു ഡിസിപ്ലിൻ ആക്ഷൻ നേരിട്ട ഒരച്ഛൻ. ഇവര് മുന്നിൽ നിർത്തിയവര് അരമനയ്ക്കുള്ള പ്രതിഷേധം മറിച്ചല്ലേ. അപ്പൊ എന്താണ് ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളല്ലാന്ന് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവരുടെ ഉദ്ദേശം ഇവരൊന്നും നേഴ്സുമാരായിട്ട് ഒരു ബന്ധവുമില്ല. ഇത് സഭയിലെ പ്രശ്നമായിട്ട് നമുക്ക് വേണമെങ്കിൽ സംശയിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വേറൊരു ഇതുള്ളത്, നിങ്ങൾ കേരളം ശ്രദ്ധിച്ചാല് മെയിൻ സിറ്റികളിലെ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂര് അങ്ങനത്തെ മെയിൻ സിറ്റികളിലെ കോർപ്പറേറ്റ് ടൈപ്പ് ആശുപത്രികള് വരാത്ത ഒരു സിറ്റി തൃശ്ശൂരാ. നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. അങ്ങനെ അത്ര ഒരു ഹൈഫൈ വന്ന് അതിനേറ്റവും ബേസിക് ആയിട്ട് തടസ്സം നിൽക്കുന്നത് ജൂബിലിയാണ്. കൂട്ടത്തിൽ അമലി തൃശ്ശൂരിലത്തെ ചില ആശുപത്രികളിലത്തെ മാനേജ്മെന്റ് ആൾക്കാര് ഒരു സ്ഥലത്ത് ഒന്നിച്ചു വന്നിരുന്നു. അപ്പൊ അവര് പറഞ്ഞൊരു വാചകമുണ്ട്, ഇപ്പോൾ ഉള്ള ആശുപത്രികള് കോർപ്പറേറ്റ് ഒന്നല്ല, 2-3 വർഷം മുമ്പ് തൃശ്ശൂരുള്ള ആശുപത്രികളിൽ അവരോന്ന് പറഞ്ഞു, നിങ്ങളുള്ളത് കൊണ്ട്, ജൂബിലുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് കാശ് കൂട്ടാൻ പറ്റുന്നില്ല. നിങ്ങള് 10,000 മേടിക്കുന്നുണ്ടാവും, ഞങ്ങളിപ്പോ 20,000 മേടിക്കുന്നുണ്ട്, 30,000 മേടിക്കുന്ന ആഗ്രഹം, പക്ഷെ നിങ്ങൾ 10,000 മേടിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്കൊരു തടസ്സാണ്. ആ ഒരു മെന്റാലിറ്റി കോർപ്പറേറ്റ് ആശുപത്രിയിൽ വരാൻ തടസ്സമായിട്ടുണ്ട്. ഇപ്പൊ തൃശ്ശൂർ ഒരു 3-4 വലിയ കോർപ്പറേറ്റുകൾ ആശുപത്രികൾ വരാൻ തയ്യാറെടുത്തു. അപ്പോ ആശുപത്രികൾ തുടങ്ങുമ്പോൾ ആദ്യത്തെ കൊല്ലമൊക്കെ ഫ്രീ ഉണ്ടാവും, ഡിസ്കൗണ്ട്, പേഷ്യൻസിനെ അട്രാക്ട് ചെയ്യണ്ടേ. അപ്പൊ ഈ ആരംഭ ഘട്ടത്തിൽ പ്രത്യേകിച്ചും രോഗികളെ അട്രാക്ട് ചെയ്യാനായിട്ടൊരു തടസ്സം ജൂബിലിയാണ്.
അപ്പൊ ജൂബിലി ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഉണ്ടാക്കി സ്ഥലമാക്കുക. നിശ്ചലമാക്കുക, റേറ്റുകൾ കൂട്ടുക, അപ്പൊ രോഗികളെ കുറയ്ക്കുക. അപ്പൊ ഇവിടെ പൊതുവിലെ പ്രശ്നമാണെന്നുള്ളത് പറഞ്ഞ് ഒരു ധ്വനി ഉണ്ടാക്കുക. അപ്പൊ അതും ഇതിന് പുറകിലുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമുക്ക് സംശയിക്കാവുന്നതാണ്. കാരണം നമ്മൾ കണക്കുകൾ നിരത്തിയിട്ടാണ് കാര്യങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. എന്നിട്ട് അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് അതിന്റെ പുറകിൽ എന്തെങ്കിലും അജണ്ടയുണ്ടോ എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കാം. ഇപ്പോ നിലവില് നമുക്ക് രോഗി പരിചരണത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ടോ? എങ്ങനെയാണ് പൊതുവില്? രോഗി പരിചരണത്തിൽ നമുക്ക് ബുദ്ധിമുട്ടുകളില്ല. നമുക്കൊരു ഇവര് സമരത്തിന് ഇറങ്ങിയപ്പോ 2ാം ഘട്ടത്തില് മാർച്ച് 2ാമത്തെ ആഴ്ച മുതല് സമരത്തിൽ നമുക്ക് 800ഓളം പേരുണ്ടായിരുന്നു. പിന്നെ നമ്മള് 140ഓളം പേരെ നമ്മളോട് അപ്പോയിന്റ് ചെയ്തു. അപ്പൊ അതിന്റെ പുറകിലുള്ള വേറെ തമാശ, ഇവര് ഹൈക്കോടതിയിൽ കൊണ്ട് ഒരു കേസ് കൊടുത്തിട്ടുണ്ട് 2 ആഴ്ച മുമ്പ്. ജൂബിലിയിലും അമലയിലും രജിസ്ട്രേഷൻ ഇല്ലാത്ത, ക്വാളിഫിക്കേഷൻ മുഴുവനാക്കാത്ത നഴ്സുമാരെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്ന്. അപ്പൊ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തിട്ടുണ്ട്. UN അവർക്ക് വെറുതെ ചിന്തിച്ചറിയാം നമ്മൾ ചെയ്യില്ല എന്ന്. പക്ഷെ കേസ് കൊടുത്തു. അപ്പൊ കോടതി തൃശ്ശൂർ DMOക്ക് ഒരു ഓർഡർ കൊടുത്തു പരിശോധിക്കണം. DMO ഒരു ഫുൾ ടീം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഫുൾ ടീം അവര് ഇറങ്ങി പരിശോധിച്ചു. സ്റ്റാഫ്മാരുടെ ഇടയിൽ ഞങ്ങളോടൊന്നും പറയാതെയും പോയി കണ്ട് എല്ലാ ഡോക്യുമെന്റും പരിശോധിച്ചു. ഒറ്റ ആളെ പോലും നന്നായി. ക്ലാരിറ്റി കിട്ടിയല്ലോ. അപ്പൊ ഇതൊക്കെ ജൂബിലി മോശമാക്കാനുള്ള സ്റ്റെപ്പുകള് നമ്മള് ജൂബിലി ഒരിക്കൽ പോലും രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാൾ പോലും എടുത്തിട്ടില്ല. പിന്നെ അല്ലെങ്കിൽ കുറച്ച് ഇവർ തുടങ്ങിയ അവസരത്തില് ലേബർ ഡിപ്പാർട്ട്മെന്റ് വന്ന് ഇവിടെ പരിശോധിച്ചു. അവർക്ക് അങ്ങനെ ഒരു നിയമലംഘനവും കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമുക്കൊരു ക്ലോസിംഗ് എന്നുള്ള രീതിയിൽ നഴ്സുമാരോട് ഇനി മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചർ അവരുടെ കൂടെ ജൂബിലി ഉണ്ടെന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എത്രയും വേഗം നമുക്ക് ഇത് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ച് സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിനുള്ള ഒരു ചർച്ച ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുമ്പോൾ അത് മനസ്സിലാക്കാനുള്ള ഒരു ബോധ്യവും അവർക്ക് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം. ഇനി അഥവാ അത് നീണ്ടുപോവുകയാണെങ്കിൽ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തായിരിക്കും ഒരു പ്രതികരണം ഉണ്ടാവുക? നമുക്കത് ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇതിൽ മുന്നിൽ നിൽക്കുന്ന കുറച്ച് പേരുടെ പിടിവാശി മൂലമാണ്, നേരെ മുന്നിലുള്ള കുറച്ച് പേരുടെ, ഞാൻ പറഞ്ഞല്ലോ കുറച്ച് നേതാക്കൾ, അവരുടെ പിടിവാശി മൂലമാണ് ഇത് നീണ്ടുപോകുന്ന ഒരു ഫീലിംഗ് ആണ് ഞങ്ങൾക്ക് ഉള്ളത്. ബാക്കി ഇപ്പൊ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, സമരത്തിലിരിക്കുന്ന ഒരു പെട്ടുപോയി അച്ഛാന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറയുന്നുണ്ട് കുറെ പേരെങ്കിലും, ഞങ്ങള് പറയാവുന്ന വിചാരിച്ചില്ല, പെട്ടുപോയതാണ് ഞങ്ങൾ കൂട്ടുകാരൊക്കെ ഉള്ളത് കൊണ്ട് ഇറങ്ങിയത്. അപ്പൊ നമുക്കുള്ള റിക്വസ്റ്റ് ഇത്രയേ ഉള്ളൂ, തിരിച്ചു കയറാം എത്രയും പെട്ടെന്ന്. ഗവൺമെന്റിനെ പ്രഷറൈസ് ചെയ്യുക, ഈ മിനിമം വേജസിന്റെ നിയമം പബ്ലിഷ് ചെയ്യുക. അത് നമ്മൾ കീപ്പപ്പ് ചെയ്യാൻ തയ്യാറാണ്. തിരിച്ചു കയറുക. ഞാൻ ഇന്നലെ ഒരു ലെറ്റർ വിട്ടിട്ടുണ്ട്, മുമ്പും വിട്ടിരുന്നു. ഇന്നലെ ഒരു ലെറ്റർ ഞങ്ങളുടെ ജൂബിലി കുടുംബാംഗങ്ങൾക്ക്, സമരത്തിലുള്ള നഴ്സുമാർക്ക് ഒരു വാട്സപ്പ് വിട്ടിട്ടുണ്ട്. വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് വിട്ടിരിക്കുന്നത്. ഇപ്പോഴും പറയുന്നു തിരിച്ചു വരും. എന്തായാലും ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ നിലപാടുകളെ കുറിച്ച് നമ്മളോട് സംസാരിച്ചത് ജൂബിലി മിഷൻ ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻകുര്യനച്ചനാണ്. ഞാൻ വ്യക്തിപരമായിട്ട് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഹ്രസ്വമാണ് നമ്മുടെ ജീവിതം. അതിൽ തന്നെ വളരെ ഹ്രസ്വമായ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ ഒരു ആശുപത്രിയെ സമീപിക്കുന്നത്. അവിടെ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു വലിയ സമൂഹമാണ് അവരെ ശുശ്രൂഷിക്കുന്നത്. നഴ്സുമാര് 1054 കണക്കുകൾ നമ്മൾ ജൂബിലിയിൽ മാത്രമായിട്ട് പറയുമ്പോഴും 10,3500-ലധികം ഉപജീവന മാർഗങ്ങളാണ് ഈ ആശുപത്രിയുമായിട്ട് കുടുംബങ്ങൾ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ ആശുപത്രി വിശ്വസിച്ചെത്തുന്ന ഒരുപാട് പാവപ്പെട്ട രോഗികളുടെ ഒരു ആശ്രയ കേന്ദ്രമാണ്. പറയുന്ന കണക്കുകൾ നമുക്ക് ചിന്തയ്ക്ക് വിവേകമുള്ള മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തരും. ആരുടെയും അടിമകളല്ല നമ്മൾ ഒരാളും. അതുകൊണ്ട് തന്നെ 2 ഭാഗവും ഒരുപോലെ ചിന്തിച്ച് നമ്മൾ നേതാക്കന്മാർക്ക് പുറകിൽ അണികൾ നിലനിൽക്കുമ്പോഴും നേതാക്കന്മാരുടെ ഉദ്ദേശം വേറെയാണെങ്കിൽ അണികളെ കരുക്കളാക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഓരോ നഴ്സുമാർക്കും ഉണ്ടാകണം. പ്രത്യേകിച്ച് നമ്മൾ ഓരോരുത്തരും എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. നഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ട ഒരു അനുകമ്പ, കാരുണ്യം, ഒരു മനുഷ്യനോടുള്ള സ്നേഹം, അതെവിടെ വരെ ആകാം. പണത്തിന് മുകളിലേക്ക് നമ്മുടെ എത്തിക്സ് പറക്കണം എന്നുള്ളതാണ് എനിക്കും നിങ്ങളോട് പറയാനുള്ളത്. നിലപാടുകൾ നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞു. ഇനി മറ്റൊരു ചർച്ച കൂടി അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. ജൂബിലിയെ സ്നേഹിക്കുന്ന, ഏറ്റവും അധികം അത് മനസ്സിലാക്കുന്ന, ഏറ്റവും പ്രത്യേകമായിട്ട് തൃശ്ശൂരിനും അടുത്ത ജില്ലകൾക്കും കൂടി ആശ്രയ കേന്ദ്രമായി
മറ്റു കോർപ്പറേറ്റ് ആശുപത്രികളെക്കാൾ താരതമ്യേന സാധാരണക്കാരെ ഉൾക്കൊള്ളുന്ന പാവപ്പെട്ടവരെ പരിപാലിക്കുന്ന ഒരു ആശുപത്രിയാണ്. അത് നിലനിൽക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി പ്രയത്നിക്കാം. അതിന് ചർച്ചകളിലൂടെ ഏറ്റവും പെട്ടെന്ന് തന്നെ ഫലമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ, നല്ലൊരു മനസാക്ഷിയുള്ള സ്നേഹത്തോടെ ഇനിയുള്ള ജീവിതവും നമുക്ക് സന്തോഷകരമായിട്ട് പോകാനുള്ള ആശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു താങ്ക് യു വെരി മച്ച്.